ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സുഭാഷിതം 22:4. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. യെസ്, ദൈവഭക്തിയുള്ളവർ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ്. അവർക്ക് ആരെയും വേദനിപ്പിക്കാനാവില്ല. ദൈവം അവർക്ക് സമ്പത്തും ജീവനും ബഹുമതിയും നൽകുമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവഭക്തിയുള്ളവർ തിരുവചന വായനയിലും പഠനങ്ങളിലും ആനന്ദം കണ്ടെത്തുന്നു. വചനമാണ് അവരുടെ വഴിവിളക്ക്. അവർക്ക് ഈശോ എന്ന തിരുനാമം നാവിന് മധുരവും ആത്മാവിന് ആശ്വാസവുമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുമ്പോഴൊക്കെയും നാവ് തേൻ പോലെ മധുരിക്കുമായിരുന്നത്രേ. ദൈവഭക്തിയിൽ ആശ്രയിക്കുന്നവർ വചനങ്ങളിൽ ആശ്രയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവഭക്തിക്കായി ദാഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായി ഒരുങ്ങാം. ഹൃദയത്തിൽ സ്നേഹവും അധരത്തിൽ വചനവും കരങ്ങളിൽ നന്മകളുമായി നമുക്ക് മുന്നേറാം. നമ്മുടെ ജീവിതപാതകളിൽ വചനത്തിനേറെ പ്രസക്തിയുണ്ട്. വചനത്തിൽ ആശ്രയിക്കുമ്പോൾ നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപദാനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.